ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ പാടത്തെ ജപ്പാൻ വയലറ്റ് ഇന്ന് കൊയ്തേ. ജപ്പാൻ വയലറ്റ് നെല്ലായി കിടക്കുന്നത് കണ്ടോ. അപ്പം അത് ഇനി ഒരു ഫ്ലോട്ട് കൂടെ കൊയ്യാനുണ്ട്. ഞാനാണ്ട് 200 ഗ്രാം വിത്ത് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പം ഇന്ന് കൊയ്താണ് ഇത്രയും. അപ്പം അത് കൊയ്ത കൂട്ടത്തിൽ ഒരു ബ്ലോക്കിൽ ഞാൻ 1255 കൃഷി ചെയ്തിരുന്നു. 3 ബ്ലോക്കായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഇതാണ് 1255, നമ്മുടെ ജ്യോതി എന്ന് പറയുന്ന നെല്ല്. ഇത് ജപ്പാൻ വയലറ്റ് കണ്ടോ. പക്ഷെ ഇത് രണ്ടും കൂടെ ക്രോസ് ആയിട്ട് ഉണ്ടായത്. ഇലയ്ക്ക് ഇത്രയും വയലറ്റ് കളറില്ല, പക്ഷെ തണ്ടിന് ഇവിടെ ഇത്രയും ഭാഗത്ത് ചെറിയ വയലറ്റ് വന്നിട്ട്, പക്ഷെ ഇതിൻ്റെ നെല്ല് ജപ്പാൻ വയലറ്റിൻ്റെ നെല്ലെന്ന് പറഞ്ഞാൽ വെള്ള ഏരിയയാണ്. നമ്മുടെ 1255 എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. പക്ഷെ ഈ ക്രോസ് ആയിട്ട് വന്നിരിക്കുന്ന ഇത് ഉണ്ടയാണ്. ഉണ്ട നെല്ലും ചുമല അരിയും. പക്ഷെ ഈ 1255 അരിയുടെ അത്ര നീളമില്ല. ഇങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ ഒന്ന് ഒരു ഗ്രോ ബാഗിൽ ഇതിനെ ഒന്ന് കൃഷി ചെയ്ത് നോക്കിയിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. പക്ഷെ ഈ ജപ്പാൻ വയലറ്റിന് നല്ല രോഗപ്രതിരോധ ശേഷിയാണ്. ഓല ചുരുട്ടിയോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അരി എടുത്തിട്ട് നോക്കണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ള കാര്യം. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു 3 ദിനത്തുനിന്ന് ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. എന്താണോ നോക്കട്ടെ ഇനി അതിൻ്റെ റിസൾട്ട്. 110 ദിവസം 100 ദിവസം കൊണ്ടാണ് ഇത് വിളയുന്നത് കേട്ടോ. ഇതിപ്പോൾ 100 ദിവസമായ നെല്ലാണ്. അപ്പോൾ അതിനെ കൊയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബ്ലോക്ക് കൂടെ വരാനുണ്ട്, എന്നിട്ടേ നാളെ മെതിക്കത്തുള്ളൂ.